ഹലോ. അങ്ങനെ ഞാൻ അടുത്തൊരു ട്രേഡ് ന്യൂസിയിലാണ് യു എസ് ടിയിലാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്ത് മന്ത്ലി ഞാൻ ഈ മന്ത്ലി ഓർഡർ ബ്ലോക്ക് ചെയ്തിരുന്നു. ഞാൻ ബേർഷ വന്ന് ഈ ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് അവിടുന്ന് താഴേക്ക് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് അതിന്ന് വീക്ക്ലി ഓർഡർ ബ്ലോക്ക് അതിന് ഡെയിലി ഓർഡർ ബുക്ക് എടുത്ത് ഇതിൻ്റെ ഇവിടെ ടാർഗറ്റ്. അങ്ങനെ ഞാൻ ട്രേഡ് പുതിയൊരു ട്രേഡ് എന്ന് വരും എന്നറിയില്ല. ഇതെങ്കിലും ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യാൻ അറിയില്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് 3.5 മണിക്കൂറുണ്ട്. നമുക്ക് മേ ബി ഇവിടെ ക്ലോസ് ചെയ്യാം, ഇതിൻ്റെ വേറെ എങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കണം. അതെങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കണം. വേറെ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോ GBP ഇതൊരു നല്ല ട്രേഡ്, പക്ഷെ ഞാൻ എടുത്തില്ല. ഈ നല്ല ട്രേഡായത്. പിന്നെ ഓസ്ട്രേലിയൻ JPY ഉണ്ട്. അതുപോലെ കാനഡിയൻ JPY എനിക്കറിയത്തില്ല. അത് ഈ പ്രോഫിറ്റ് വരുമോ തിരിച്ച് റീട്രേസ്മെന്റ് ആവുമോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ വേറെ റൈഡൊന്നും മാർക്കറ്റിലില്ല. GBP ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് പോകുന്നുണ്ട്. ഇതായിരിക്കും ലിക്വിഡിറ്റി. അതുപോലെ നോക്കുകയാണെങ്കിൽ കാനഡ ഞാൻ പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് റിയാക്ഷൻ വന്നതിലേക്ക് ഇവിടം വരക്ക് വരും. അതുപോലെ വേറെ ട്രേഡ് ഇപ്പം ട്രേഡൊന്നും ഇല്ല. പിന്നെ ബ്രിട്ടീഷ് കനേഡിയൻ USD നല്ലൊരു ട്രേഡാണ്. ഈ മന്ത്ലിയില് അവിടെ മന്ത്ലിയിൽ അടൊന്നുമില്ല. മന്ത്ലി 1000 ഓർഡർ ഈ നോക്ക്. അവിടുന്ന് ഡെയിലി അത് നല്ലൊരു ട്രേഡാണെന്ന് തോന്നുന്നു. നല്ലൊരു ട്രേഡാണെന്ന്. പിന്നെ അതുപോലെ ഇത് ഭയങ്കര റിയാക്ഷൻ ആയത് ഇവിടുന്ന്. അത് ഇവിടം വരെ എത്തിയത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോകുന്ന, പക്ഷേ അല്ല, ഇവിടുന്ന് തന്നെ പോയത്. അതുപോലെ നോക്കുവാണെങ്കിൽ ഓയിൽ ഞാനിവിടെ വരുമെന്ന് വിചാരിച്ച ശേഷം വന്നില്ല. പിന്നെ നോക്കുവാണെങ്കിൽ ബ്രിട്ടനിലെ DXYയിൽ എന്തായാലും താഴേക്ക് വരണം. ഈ ലിക്വിഡിറ്റി എടുക്കാൻ വരും. കാനഡ ഞാൻ ഓൾറെഡി ട്രേഡ് റണ്ണിങ് ആണ്. ഞാൻ എൻ്റെ പുതിയൊരു ട്രേഡ് എടുത്തതാണ്. നമുക്ക് എന്തായാലും ഈ ട്രേഡ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇത് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ കുറേ വിന്നിങ് സ്ട്രീക്കിൻ്റെ ഇടയ്ക്ക് കുറേ എനിക്ക് തോന്നുന്നു 4 വിന്നിങ് സ്ട്രീക്കിന് ഇടയ്ക്കാണ് ഇപ്പോൾ SL വന്നത്. SL എന്ന ട്രേഡ്. പക്ഷെ മറ്റേ ഞാൻ വേറെ ട്രേഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് AUDയിലെ ട്രേഡ് ബ്രേക്ക് ഈവൻ ഇട്ടിട്ടാണ് ഈ ട്രേഡ്. പക്ഷേ ഈ ട്രേഡ് ടാർഗറ്റ് വന്നതും ഈ ട്രേഡ് SL അടിച്ചതും AUD മറ്റേ ട്രേഡ് ടാർഗറ്റ് വന്നതും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊരു 1:1 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വേറെ ട്രേഡുകൾ നമുക്കുണ്ട്. വേറെ ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ GBP ട്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. അതുപോലെ ഇത് ഞാൻ വെറുതെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, ഞാൻ എടുത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ യൂറോ GBPയിലുള്ള ട്രേഡ് നോക്കുന്നുണ്ട്. അതുപോലെ കനേഡിയൻ JPYയിൽ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കിടക്കുന്നുണ്ട്. യൂറോ USD ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ വേറെ യൂറോസില്ല. യൂറോസിസ് താഴോട്ട് കഴിഞ്ഞു.
മാർക്കറ്റിലുണ്ട്. ഇത് ഇവിടെ വന്നില്ല. ഇത് ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അതിന് മുമ്പ് ഒറ്റ ക്യാൻഡിൽ റിയാക്ഷൻ, ബുള്ളിഷ് ക്യാൻഡിൽ. അതുപോലെ നോക്കുകയാണെങ്കിൽ ക്യാഡില് ഈ ട്രേഡ് ഞാൻ പറഞ്ഞായിരുന്നു, അത് റിയാക്ഷൻ തന്നിരുന്നു. അതുപോലെ നോക്കുകയാണെങ്കിൽ വേറെ എല്ലാം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എടുക്കാം നമുക്ക്. ഇത് നമുക്ക് പറ്റത്തില്ല, മന്ത്ലിയിൽ മിറ്റിഗേറ്റ് ചെയ്ത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഇവിടെ കുഴപ്പമില്ല. അങ്ങനെ ട്രേഡ് ഒന്നും എനിക്ക് നമുക്ക് വേറെ ട്രേഡ് ഇല്ല. അത്രയേ ഉള്ളൂ. മാർക്ക് ചെയ്തേക്കുന്ന മാർക്കറ്റുകളേ ഉള്ളൂ. ഇത് നല്ല റിയാക്ഷൻ ആയിരുന്നു. ഇത് ഈ ടോപ്പിലായി ഡീക്കല്ലുവിലേക്ക് വരും. DXY ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരും. എന്നിട്ടുള്ള റിട്രസ്മെന്റ് ആയിരിക്കും എനിക്ക് ടാർഗറ്റ് മുകളിലേക്കാം. ഒന്നെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ഞാൻ ഈ മുകളിലേക്ക് തന്നെ, മുകളിലേക്ക് തന്നെ. അപ്പൊ ഈ ട്രേഡ് എന്തായാലും ശരി. അപ്പോൾ അത് ജസ്റ്റ് പാർട്ട് ഓഫ് ട്രേഡിങ്. നെക്സ്റ്റ് അടുത്ത ട്രേഡ് നോക്കാം. അടുത്ത ട്രേഡ് നമുക്ക് നല്ലൊരു ട്രേഡുമായിട്ട് പിന്നെ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം.